സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. ഇതിനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കുക. ഒന്നാമത്തെ പാർട്ട് യേശു തരുന്ന ഉറപ്പ്, രണ്ടാമത്തെ പാർട്ട് നാം ചെയ്യേണ്ട ഉത്തരവാദിത്വം. അപ്പോൾ യേശു തന്ന ഒരു ഉറപ്പാണ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ യേശു കർത്താവ് തന്ന ഒരു ഉറപ്പാണ്, പിതാവ് ആരെ അയക്കും? പരിശുദ്ധാത്മാവിനെ അയക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിനുവേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഒന്ന് ഞാൻ പറയട്ടെ പ്രിയരെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവവേല ചെയ്യാൻ കഴിയത്തില്ല. ഹലോ, പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? പരിശുദ്ധാത്മാവിനെ കൂടാതെ പ്രസംഗിക്കാൻ കഴിയും, പക്ഷെ പരിശുദ്ധാത്മാവില്ലാത്ത പ്രസംഗം ആരെയും മാനസാന്തരപ്പെടുത്തുകയില്ല. പരിശുദ്ധാത്മാവില്ലാത്ത പ്രസംഗത്തിനകത്ത് അത്ഭുതം നടക്കത്തില്ല. ആമേൻ. അനവധി പുരോഹിതന്മാരുണ്ട്, അനവധി വേദ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി പഠിച്ച് സർച്ച് ചെയ്ത് മെസ്സേജുകൾ തയ്യാറാക്കാറുണ്ട്, പുസ്തകം എഴുതാറുണ്ട്. പക്ഷെ ഇന്ന് വരെ അവരുടെ മെസ്സേജ് കേട്ട് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അവരുടെ പുസ്തകം വായിച്ച് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. KP കേശവമേനോന്റെ യേശുദേവൻ എന്ന പുസ്തകം 10,000 പ്രിന്റ് ചെയ്ത് ഇറക്കി. പക്ഷെ ഇന്ന് വരെ ആ പുസ്തകം വായിച്ച് ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ട വേദപുസ്തകം വായിച്ച് ലക്ഷങ്ങൾ കോടികൾ രക്ഷിക്കപ്പെട്ടു എങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ പറയട്ടെ പ്രിയരെ, ആമേൻ, വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ആധാരമായി ഇരിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയത്രേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയരെ, പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾ ആരോടൊക്കെ സുവിശേഷം പറഞ്ഞാലും അവിടെ ഒന്നും സംഭവിക്കും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ദൈവശക്തി നമ്മൾ പ്രാപിക്കണം. കാരണം ആമേൻ, അടുത്തൊരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയായിരിക്കും. ഹല്ലേലൂയ. സുവിശേഷത്തിനകത്ത് എന്ത് വ്യാപരിക്കണം? ദൈവശക്തി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം പഠിക്കുമ്പോൾ ലുസ്ത്രയിൽ പൗലോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അവൻ ജന്മന അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് മുടന്തനായ മനുഷ്യൻ, അവൻ ഹല്ലേലൂയ, ആ മനുഷ്യനോട് പൗലോസ് വിളിച്ചു പറയുകയാണ്, അവൻ നിന്റെ അകത്ത് സൗഖ്യമാകുവാൻ, എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം ഉളവായി എന്ന് ഞാൻ